നമസ്കാരം. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ആ മേഖലയിലുള്ള യുദ്ധം, മറ്റ് അറബ് രാജ്യങ്ങളുടെ മേൽ ഇറാൻ നടത്തുന്ന ആക്രമണം, അതായത് അമേരിക്കൻ നേവൽ ബേസ്, അമേരിക്കന്റെ മറ്റ് ബേസുകളും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഒമാനിലും എത്തിയെന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എന്തേ മിണ്ടാത്തത് എന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ മലയാളത്തിലെ ചാനലുകൾ ആവശ്യത്തിലധികം സംസാരിക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന വിവരങ്ങളുടെ പകുതി പോലും നമുക്ക് കിട്ടില്ല. നമ്മളൊക്കെ നമ്മുടെ മൊബൈലും നമ്മുടെ കമ്പ്യൂട്ടറും തുറന്നു വെച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നവരാണ്. ഇറാന്റെ സ്വഭാവം വെച്ച്, അതായത് അയത്തുള്ള അലി ഖൊമൈനി എന്ന് പറയുന്നത് ഷിയകളുടെ പരമോന്നത നേതാവാണ്. ഈ ഷിയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാല് വല്ലാത്ത മുതലുകളാണ്. അതിനെ ഒരുപക്ഷെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത്ര കൊണ്ട് പിടി കിട്ടിക്കൊള്ളുന്നില്ല. പണ്ട് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു. ആദ്യം ഇറാഖിനെ സഹായിച്ചുകൊണ്ട് ഇറാനെ കൂട്ടാനും നിന്നും, പിന്നീട് സദാം ഹുസൈനെ വകവരുത്തി ഇറാഖിനെ അസ്ഥിരപ്പെടുത്തി തുമ്പില്ലാതാക്കി. അന്ന് പറഞ്ഞിരുന്നത് അവിടെ എന്തൊക്കെ ആയുധങ്ങളുണ്ട്, മറ്റെന്തോ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അവസാനം ഇറാഖിനെ തുമ്പില്ലാതാക്കി, ഇറാഖിന്റെ പരമാധികാരം ഇല്ലാതാക്കി, അവിടുത്തെ ഭരണാധികാരിയെ തൂക്കിക്കൊന്ന് ഇതൊക്കെ ചെയ്തതിന് ശേഷം അമേരിക്ക സമ്മതിച്ചു അവിടെ ഒന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ അവരുടെ ആയുധക്കളി കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. ഇറാനെ സംബന്ധിച്ചും അത് തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷെ ഇറാന്റെ ഒരു കുഴപ്പം, ഇറാനിൽ അയത്തുള്ള ഖൊമൈനിയാണ് അവിടുത്തെ പരമോന്നത നേതാവ്. അദ്ദേഹമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഷിയാക്കളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ പരമോന്നത നേതാവ് ഇതുപോലെ ഒരു വിദേശ ആക്രമണത്തിലോ മറ്റോ കൊല്ലപ്പെട്ടാൽ ഒരു സാധാരണ മരണമല്ലത്, അതൊരു രക്തസാക്ഷിത്വമാണ്. ആ രക്തസാക്ഷിത്വത്തിന് അവിടെ ചിന്തിയിട്ടുള്ള ചോരയ്ക്ക് കണക്ക് ചോദിക്കാതെ അവർ തിരിഞ്ഞു നിൽക്കില്ല എന്നതാണ് ഈ ഷിയാക്കളുടെ ഒരു കുഴപ്പം. ഇവിടെ അമേരിക്ക ചൂട്ടുപിടിച്ചത്, അല്ലെങ്കിൽ അമേരിക്ക പ്രതീക്ഷിച്ചത് ഇറാനിലുള്ള ഒരു വിഭാഗം ആൾക്കാരാണ്. ഈ ഖൊമൈനിയെ എതിർത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വിമത ഭരണം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാം എന്നൊക്കെ കരുതിയിരുന്നു. അത് ഇറാന്റെ ചരിത്രം അല്ലെങ്കിൽ ഇറാന്റെ കാലാവസ്ഥ അമേരിക്കയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ ഷിയാക്കളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ ഇറാന്റെ അവസ്ഥ, ഈ യുദ്ധമൊക്കെ ഇത്ര നടത്തി ഇപ്പോൾ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറാനിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോഴത്തെ അവരുടെ ഭരണാധികാരിയുടെ കീഴിൽ അണിചേരുന്ന ഒരു കഥയാണ്. അതായത് അയത്തുള്ള ഖൊമൈനിയെ എതിർത്തുകൊണ്ടിരുന്ന ആ വിമതപക്ഷം പോലും, ഈ അവിടുത്തെ ഭരണപക്ഷത്തെ എതിർത്തുകൊണ്ടിരുന്ന വിഭാഗം പോലും ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം അവരുടെ രാജ്യത്തെ കടന്നു കയറി, എത്രയൊക്കെ ആയാലും അവരുടെ രാജ്യത്തെ അവരുടെ ഭരണാധികാരിയാണ് വിദേശാക്രമണത്തിൽ കൊല്ലപ്പെട്ടേക്കുന്നത്. അവനവന്റെ കുടുംബകാര്യത്തിൽ ചിലപ്പോൾ അവനവൻ തീരുമാനങ്ങൾ എടുക്കുമായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്ന് കുടുംബത്തിൽ കയറി കുടുംബം ഭരിക്കാൻ ആരും സമ്മതിക്കില്ലല്ലോ. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോ അയതുള്ള ഖൊമൈനിക്ക് എതിരെ നിന്നിരുന്ന ഇറാനിലെ ജനങ്ങൾ പോലും അവർ മൗനം ഭജിച്ചുകൊണ്ട് ഭരണകൂടത്തിന്, അയതുള്ള ഖൊമൈനിയുടെ അടുത്ത പരമ്പര ഭരണം ഏറ്റുകഴിഞ്ഞു. അവർ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഒരു ഖൊമൈനി പോയാലും 9 ഖൊമൈനി പോയാലും അവിടെ ഇറാന്റെ ആ ഒരു രീതി, ആ അമീറിന്റെ ഒരു രീതിയുണ്ട്. ആ രീതി അവിടെ കൃത്യമായി ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനെ മറികടക്കാൻ കഴിയില്ല. അതായത് ഇറാഖിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സദ്ദാം ഹുസൈനെ കൊന്ന അത്രത്തോളം എളുപ്പത്തിൽ, അല്ലെങ്കിൽ ആ എളുപ്പത്തിൽ ഇറാനെ കീഴ്പ്പെടുത്താമെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് വെട്ടും, തിരിച്ചടി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നത്. എന്തായിരുന്നു അമേരിക്ക പറഞ്ഞിരുന്നത്? അയത്തുള്ള ഖൊമൈനിയെ ഉന്മൂലനം ചെയ്യുക, അയാളിന് വേണ്ട, അയാളൊരു മോശം ഭരണാധികാരിയാണ് എന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അയാൾ മോശം ഭരണാധികാരിയാണ് ആർക്ക്? ഇറാനിലെ ജനങ്ങൾക്കല്ലേ. അവർക്ക് മോശം ഭരണാധികാരിയാണെന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർത്തോളില്ലേ. അമേരിക്ക കയറിയിട്ട് അവിടെ ആവശ്യമുണ്ട്. അമേരിക്കയുടെ ഉദ്ദേശമൊക്കെ വേറെയാണ്. ഇവിടെ ഇത്രയും ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊന്നും തീരണ്ടേ? അതൊന്നും ശരീരമനങ്ങണ്ടേ? അപ്പൊ മൊത്തത്തിൽ ഒരു ആയുധ കച്ചവടം നടക്കണം, ഒരു അടി നടക്കണം, വെടി നടക്കണം, കുറെ നിരപരാധികൾ കൊല്ലപ്പെടണം, അത് കണ്ട് രസിക്കണം. അതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഒരു ചോരക്കൊതി എന്ന് പറയുന്നത്. അത് അവരുടെ കൊതിയാണ്. അല്ലാതെ ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ കുഴപ്പം? ഇസ്രായേൽ കൊണ്ടുവന്നിടാൻ പോകുന്നുണ്ടോ? ഇറാനെ ചൊറിയാൻ ചെന്നാലല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. ചൊറിയണ്ടെന്ന് വെച്ചാൽ പോരെ. ഇപ്പൊ ഇന്ത്യ ആണവായുധം ഉള്ള ശക്തമായ ഒരു രാജ്യമാണ്. ഇതുവരെയെങ്കിലും പാകിസ്ഥാൻ ഇമാതിരിയുള്ള കളികളെല്ലാം കളിച്ചിട്ട് ഇത്രയധികം ചൊറിച്ചിലെടുത്തിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമിച്ചിട്ട് നമ്മളൊരു അണുവായുധം കൊണ്ടുവന്നിട്ടോ? ഇട്ടില്ലല്ലോ. സാധാരണഗതിയിൽ ഇടാൻ സാധ്യതയില്ല. പക്ഷെ ഇടേണ്ട സാഹചര്യം പാകിസ്ഥാൻ സൃഷ്ടിച്ചാൽ ഇന്ത്യ കൊണ്ടുവന്നിട്ടെന്ന് വരും. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും ആരായാലും. ഇറാന്റെ ചൊറിഞ്ഞുകൊണ്ട് ഇറാനെ നിക്കക്കിള്ളി അല്ലാത്തൊരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ കൊണ്ടുവന്നിടും. ഇപ്പോ ഇറാനില് ആണവായുധങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇസ്രായേലിൽ അത് കൊണ്ടുവന്നിടില്ല എന്ന് പറയാൻ പറ്റുമോ? മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ അവരുടെ ബേസുകളിൽ അത് കൊണ്ടുവന്നിടില്ല എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ അവസാനം എടുത്ത് പ്രയോഗിക്കാൻ വെക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല.
ഏതായാലും ഇറാനിൽ ഇപ്പൊ കാണിച്ച് കൂട്ടുന്ന ഇസ്രായേലും അമേരിക്കയോട് കാണിച്ചു കൂട്ടുന്നത് നീതീകരിക്കപ്പെടുന്ന ഒരു ആക്രമണമല്ല. ഇറാനില് ആയത്തുള്ള ഖൊമേനി കൊല്ലപ്പെടണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നുണ്ടെങ്കിൽ അതിപ്പോ നടന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കൊട്ടാരമടക്കം മുഴുവൻ ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ മീഡിയയിലൂടെ ഇപ്പൊ ബിഗ് ടി വി വളരെ വിശദമായിട്ട്, പുതിയ ചാനലാണല്ലോ, അത് കാണിക്കുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവരുടെ ആവശ്യം എന്തായാലും അത് നടന്നു കഴിഞ്ഞു, അമേരിക്കയുടെ ആവശ്യം നടന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കൊല നിർത്തണ്ടേ? ഖൊമേനി കൊല്ലപ്പെട്ടു, ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞാൽ പോലെ. അവിടെയാണ് ഇറാന്റെ ശരിക്കുള്ള സ്വഭാവം അമേരിക്കയും ഇസ്രായേലും ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അതായത് അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, ആ ചോരയുടെ കണക്ക് തീർക്കാതെ ഇനി ഇറാൻ അവസാനിപ്പിക്കുമെന്ന് കരുതണ്ട. അതുകൊണ്ടാണ് അവർ ഒമാനിലേക്ക് കൂടി, തുറമുഖത്തേക്ക് കൂടി വിട്ടത്. അല്ലെങ്കിൽ ഒമാൻ ഇറാന്റെ ശത്രു രാജ്യമൊന്നുമല്ല. ആ ഒമാനിൽ കൂടി, അതായത് ഒരു തരത്തിലുള്ള ഇനി ഇടപാടും വേണ്ട, ബാക്കി ഞങ്ങൾ പണിയെടുത്തോളാം എന്ന നിലയിലാണ്. ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് വരുന്ന വിവരങ്ങൾ എന്താ? ഇസ്രായേലിന്റെ പ്രാദേശിക പത്രങ്ങളും അവരുടെ മീഡിയകളും സാധാരണഗതിയിൽ അവിടുത്തെ ചിത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ഇപ്പോ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിൽ നിന്നുള്ള ചിത്രങ്ങളും മറ്റു കാര്യം, ആ ദൃശ്യങ്ങളൊന്നും പുറത്തേക്ക് പങ്കുവെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഇറാൻ അവിടെ കൂട്ടപ്പൊരിച്ചിൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഒരേ സമയം 8 രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കുക, 8 ബേസുകളിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ തൊലിക്കിട്ടിയൊന്നുമല്ല. അതായത് ഞാനിപ്പോ ഷിയ മുസ്ലിങ്ങളെയോ അതല്ലെങ്കിൽ ഇറാനെയോ പൊക്കി അങ്ങോട്ട് അടിക്കുന്നതല്ല. അവിടെ ഇറാൻ ജയിച്ചാലും അമേരിക്ക ജയിച്ചാലും ഇന്ത്യയിലിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചൊരേ ദുരിതം തന്നെയാണ്. ഇവിടെ രണ്ടായാലും ദുരിതം തന്നെയാണ്. പിന്നെ ഈ ലോകരാജ്യങ്ങൾ ഇങ്ങനെ യുദ്ധത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കുന്നുണ്ട്, ഇന്ത്യക്കാരെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് അവിടെ കൊല്ലപ്പെടുന്ന നിരപരാധികൾ, ഇപ്പൊ ഇന്നലെ 100 കണക്കിന് കുട്ടികളാണ് ഇറാനിലെ ഒരു സ്കൂളിൽ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടത്. കണ്ണും പൂട്ടി ഒരു സ്കൂളിലേക്കാണ് കൊണ്ടുവന്ന് ബോംബിട്ടേക്കുന്നത്. ഇസ്രായേൽ കാണിച്ചതാണ്. എന്നിട്ട് മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കും ഇസ്രായേലും അമേരിക്കയും. ആ മനുഷ്യത്വത്തെ പിന്താങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. അതിനെ ഞാൻ ശക്തമായി അപലപിക്കുന്നുണ്ട്. എനിക്കതിൽ വിഷമമുണ്ട്. ചെകുത്താന്മാരാണ് അമേരിക്കയും ഇസ്രായേലും എന്ന കാര്യത്തിൽ ഞാൻ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ അതിന്റെ പരമാധികാരത്തിൽ അവർ ഭരിച്ചു പോകുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ടു പോകുന്നു. അതിനിടയിൽ അങ്ങോട്ട് ഇന്ന് ചൊറിയേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ല. ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യ ഇപ്പോൾ സമാധാനമായിട്ട് പോകണം, അതിന്റെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണം, ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഭിന്നത ഉണ്ടാക്കണം. അത് അമേരിക്കയുടെ പണ്ടേ ഉള്ള ലക്ഷ്യമാണ്. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയായാലും അത് ഭിന്നിപ്പിച്ച് അവരുടെ സൈനിക ശക്തിയും അല്ലാത്ത ശക്തിയും അവരുടെ സാമ്പത്തികം എല്ലാം നശിപ്പിച്ചാൽ മാത്രമേ തങ്ങളുടെ പരിപാടി നടക്കുള്ളൂ. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ മൂക്കിൽ കയറ്റും എന്ന് പറഞ്ഞിട്ട് കുറെ കാലം നടന്നത് നമുക്കറിയാലോ. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനിടയായ സാഹചര്യം എന്താ? അതായത് അമേരിക്കയുടെ ഈ പറയുന്ന പരിപാടി ഞങ്ങൾക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞിട്ടാ. ഇന്ത്യയുമായി കോർത്തു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. ഇല്ലെങ്കിൽ ഇറാനോട് കളിച്ച കളി ഇന്ത്യയോട് കളിക്കാൻ അമേരിക്കയ്ക്ക് മടിയൊന്നുമില്ല. പക്ഷെ ഇന്ത്യയോട് അത് കളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് കളിക്കുന്ന കാര്യമില്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് കളിക്കാത്തതല്ല, അത് ധൈര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ഷിയാക്കളുടെ സ്വഭാവം വെച്ചെന്ന് പറഞ്ഞാൽ അവർ അനീതി പ്രവർത്തിക്കാൻ സാധ്യത കുറവാണ്. അവരുടെ ചോര, ആ ചോരയ്ക്ക് അവർ കണക്ക് പറയും. ഇങ്ങോട്ടൊരു ബോംബ് വീഴാതെ അങ്ങോട്ടല്ല, ഇങ്ങോട്ടൊരു മിസൈൽ വീഴാതെ അങ്ങോട്ടൊന്നും ഇടുന്ന ശീലമില്ല. നമ്മൾ നേരത്തെ ഇസ്രായേൽ ഇറാൻ തർക്കത്തിലും യുദ്ധത്തിലും കണ്ടത് അങ്ങനെയല്ലേ? ആദ്യം ഇറാനിൽ കയറി അടിക്കുകയല്ലേ ചെയ്തത്. അപ്പോഴല്ലേ ഇറാൻ ഇസ്രായേലിനെ നിരത്തിയിട്ടുള്ളത്. ഇന്നിപ്പോ ഇസ്രായേലിനുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടരുത് എന്ന് പറയുകയും അതേസമയം ഇറാനിലെ ദൃശ്യങ്ങൾ അവർ തന്നെ പുറത്തുവിടുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെയുള്ളവർ പറയണം. പക്ഷെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ ദൃശ്യങ്ങൾ പുറത്തു വിടരുത് എന്ന് പറയുന്നത്. അതായത് ഇറാനെ അത്ര നിസ്സാരവൽക്കരിച്ച് കാണാനും വേണ്ട. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ എന്താണ് എന്ന് എല്ലാവരും അറിഞ്ഞതാണ്. എന്തായാലും അതിനുശേഷം ശക്തി പ്രാപിച്ചിട്ടില്ലേ ഉണ്ടാവുള്ളൂ, ശക്തി ക്ഷയിച്ചിട്ടുണ്ടാവൂലല്ലോ. ഇത്തരത്തിൽ വർഷങ്ങളോളം നിന്ന് പഠിച്ചു പണി 18 പയറ്റി അടിച്ചുകൊണ്ട് നിന്ന് അവർക്ക് എന്തൊക്കെ ശേഖരിച്ചു വെക്കണം, എങ്ങനെ ശേഖരിച്ചു വെക്കണം എന്ന് അറിയാലോ. ഇറാന്റെ ഭയമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും. അതുകൊണ്ടാണ് അവർ കയറി അടിച്ചിട്ട് ഒതുക്കിക്കളയാമെന്ന് കരുതുന്നത്. പക്ഷെ അവർക്കറിയാം അമേരിക്കയിൽ ചെന്ന് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അമേരിക്കയ്ക്ക് ബേസ് ഒരുക്കുന്ന പരിസര രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ചുകൊണ്ട് ആ ബേസുകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു വികാരം ഉണ്ടായിക്കൊള്ളുന്നു. അത് വിജയിച്ചു. ഇന്ന് മറ്റു രാജ്യങ്ങളിലൊക്കെ ആയത്തുള്ള ഖൊമേനിയെ കൊന്നുകളഞ്ഞതിന്റെ പ്രതിഷേധം അലയടിക്കണം. പാകിസ്ഥാൻ കണ്ടില്ലേ? പാകിസ്ഥാനില് അമേരിക്കൻ എംബസി അടിച്ചു തകർത്തതാ. 9 പേര് അവിടെ കൊല്ലപ്പെട്ടു. 9 പേരെ വെടിവെച്ച് കൊന്നിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ലോകമെമ്പാടും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ അയത്തുള്ള ഖൊമേനിയെ കൊന്നതിനോടുള്ള ഒരു പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. അതായത് സ്വന്തം രാജ്യത്ത് ഇറാൻ കയറി അടിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇറാനിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഷിയാക്കളുടെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖൊമേനിയെ കൊന്നത് ആ ഒരു വിഭാഗം ഒരിക്കലും അംഗീകരിക്കില്ല. അത് എവിടേക്കുണ്ടോ അവരൊക്കെ അത് പ്രതികരിച്ചുകൊണ്ടിരിക്കും. അതായത് മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥയാണ്. ഈ അരക്ഷിതാവസ്ഥയെ ഭയക്കുന്നത് അമേരിക്കയാണ്, ഇസ്രായേലാണ്. അതുകൊണ്ടാണ് അവർ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒന്നും പുറത്തുവിടരുത് എന്ന് പറയുന്നത്.